ഹലോ. ആയുർവേദത്തിൽ നമുക്ക് താരന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താരന് ആയുർവേദത്തിൽ ദാരുണകം എന്നൊക്കെയാണ് പറയുന്നത്. ശരീരത്തിലെ കഫവാത ദോഷങ്ങൾ ദൂഷിച്ചും അതുകൊണ്ട് തന്നെ രസരക്തധാതുക്കൾ ദൂഷിച്ചുമാണ് താരനുണ്ടാകുന്നതെന്നാണ് ആയുർവേദ രീതിയെ പറയുന്നത്. എല്ലാവരെയും പോലെ തന്നെ ആയുർവേദത്തിലും ഏറ്റവും പ്രധാനമായിട്ട് താരൻ ഒഴിവാക്കാൻ പറയുന്നത് നമ്മുടെ തലയോട്ടിയുടെ ശുചിത്വം കാത്തു സൂക്ഷിക്കുക എന്നതാണ്. അതിനായിട്ട് നമ്മൾ സ്ഥിരമായി തല കഴുകുക, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പ്, ടവൽ ഇവ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുക, അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാതിരിക്കുക, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ആയുർവേദത്തിൽ മൂർധനി തൈലങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ തൊട്ട് തലയിൽ സ്ഥിരം എണ്ണ തേക്കുന്നതും, അതുകൊണ്ട് തലയിൽ എണ്ണ പിജുവായിട്ട് അതായത് പഞ്ഞിയിൽ മുക്കി നിർത്തുന്നതും, അതുകൊണ്ട് വസ്തി ചെയ്യുന്നത് തലയിൽ ശിരോവസ്തി ചെയ്യുന്നതും, ഇവയൊക്കെ ഉചിതമായ എണ്ണകൾ ഉപയോഗിച്ച് ഇവയൊക്കെ ചെയ്യുന്നത് താരൻ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഹെയർ മാസ്കുകൾ ഉപയോഗിക്കാം. അത് ഇപ്പം ഡ്രൈ ഡാൻഡ്രഫ് ആണെങ്കിൽ എണ്ണ ഉപയോഗിക്കുന്നതും, അതുകൊണ്ട് വെറ്റായിട്ടുള്ള ഡാൻഡ്രഫ് അല്ലെങ്കിൽ തലയോട്ടി സ്നിഗ്ധത കൂടിയിട്ടുള്ള ഡാൻഡ്രഫ് ആണെങ്കിൽ മാസ്കുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അതിനായിട്ട് നമുക്ക് മാസ്കുകൾ ഉണ്ടാക്കാനായിട്ട് നമുക്കറിയാവുന്ന തൊട്ട് നെല്ലിക്കാപ്പൊടി, അതുകൊണ്ട് ഉലുവാപ്പൊടി, അതുപോലെ തന്നെ വേപ്പിൻ്റെ ചൂർണം, പിന്നെ നാരങ്ങ നീര് എണ്ണയിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക, ഇവയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡ്രൈ ആണെങ്കിൽ ഇവയുടെയൊക്കെ എണ്ണ, അതായത് വേപ്പെണ്ണ, ഉലുവ കാച്ചിയ എണ്ണ, ഇവയൊക്കെ ഉപയോഗിക്കാവുന്നതും, വെറ്റാണെങ്കിൽ ഇവയുടെയൊക്കെ മാസ്കുകൾ ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും. പിന്നെ ശരിയായ ഒരു തൈലം വെച്ചിട്ട് നസ്യം ചെയ്യുന്നതും താരൻ കുറയാൻ സഹായിക്കുന്നതെന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. പിന്നെ ആഹാരത്തിലും നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞോട്ട് ജങ്ക് ഫുഡ് ഒഴിവാക്കുക, അതുകൊണ്ട് നട്ട്സുകൾ, അതായത് ബദാം, വാൽനട്ട് മുതലായ നട്ട്സുകളൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ആപ്പിൾ, പപ്പായ, നെല്ലിക്ക ഇവയൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ വളരെ പ്രധാനമാണ് ധാരാളം വെള്ളം കുടിക്കുക. അത് നമുക്ക് വേണമെങ്കിൽ നെല്ലിക്കയിട്ട വെള്ളമോ അല്ലെങ്കിൽ കരിങ്ങാലിയിട്ട് തിളപ്പിച്ച വെള്ളമോ ഒക്കെ കുടിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ സ്ട്രെസ് ഒഴിവാക്കുന്നത് വളരെ പ്രധാനമാണ്.